കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കുന്നൊരു സമീപനമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട് നഗരസഭയിലെ കൗൺസിലറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കേട്ടതാണ്. രാഹുലിന് പാലക്കാട് സംരക്ഷണം ഒരുക്കും എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇന്ന് സഭയിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സഭയിലോട്ട് പോകുന്ന കാഴ്ചയാണുള്ളത്. വി.ഡി. സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും, രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കും എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനോടൊപ്പം സഭയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ CPM-ൻ്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇന്ന് സഭയിലേക്ക് വരുന്ന സമയത്ത് CPM-ൻ്റെ നിരവധി MLA-മാർ അവിടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ വലിയ രീതിയിൽ സമരം നടത്തുമെന്ന് പറഞ്ഞ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം അവരുടെ നാടകം പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കും. പാർട്ടി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ, പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് BJP-യുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം രാജിവെക്കുന്നതുവരെ, ഒരു മിനിറ്റ്, പാലക്കാടിൻ്റെ നിലപാട് ഞാൻ പറഞ്ഞത്, രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ വ്യക്തമായ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും.